ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ 1-2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്, കേറ്ററ്റിനെ കുറിച്ചുള്ള വീഡിയോ തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടിയാണ്. എല്ലാവർക്കും ഒന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഇതിനകം കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ഓർഡറാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് ഇനി ഇത് എല്ലാവരിലേക്കും ഇന്നലത്തെ വീഡിയോ ഷെയർ ചെയ്യുക, അതിനെ തുടർന്നുള്ള ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ഷെയർ ചെയ്യുകയും മാക്സിമം ലൈക്ക് ചെയ്ത് പോവുകയും ചെയ്യുക വീഡിയോ കേട്ടോ. എന്നാൽ എല്ലാവരിലേക്കും ഇത് എത്തട്ടെ. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, കേറ്ററ്റിന്റെ പുതിയ ഓർഡർ, ഗവൺമെന്റ് ഉത്തരവ്, പുതിയ ഉത്തരവ്, കേറ്ററ്റ് 1, 2, 3 അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും, അതുപോലെ തന്നെ സുപ്രീം കോടതി ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ഈ താഴെ പറയുന്ന സെറ്റ്, നെറ്റ്, MPhil, PhD, MEd യോഗ്യത നേടിയവരെ കേറ്ററ്റ് കാറ്റഗറി 1 മുതൽ 4 വരെയുള്ള യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന പരാമർശം വ്യവസ്ഥ റദ്ദ് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഒരു ഓർഡറാണ് ഇന്നലെ വന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ ഉത്തരവ് വരികയും അത് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടുകയും ചെയ്തിരുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഓക്കെ, പക്ഷേ ആ ഓർഡർ ഇന്ന് ഗവൺമെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ പരിഗണനയിൽ എന്ത് ചെയ്യുന്നു, പല അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ആ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു. ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു, അല്ല മരവിപ്പിച്ചു. ആ ഉത്തരവെടുത്ത് കളഞ്ഞു, മരവിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, മരവിപ്പിച്ചിരിക്കുന്നു, ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു. അത് കൂടാതെ തന്നെ മന്ത്രി പറയുന്നുണ്ട്, ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു ഓർഡറിനെതിരെ കേറ്ററ്റ് നിർബന്ധമാക്കിയ ഉത്തരവ്, സുപ്രീം കോടതി കേറ്ററ്റ് നിർബന്ധമാക്കിയ ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പം ഒരിക്കൽ കൂടി പറയുന്നു, ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഇന്നലെ വന്ന പുതിയ ഉത്തരവ് മരവിപ്പിച്ചു. ഓക്കെ, ഉത്തരവ് മരവിപ്പിച്ചു. ഓക്കെ, അതായത് എന്തുത്തരവാണ്? കേറ്ററ്റ് നിർബന്ധമാക്കിക്കൊണ്ട് ഇന്നലെ കേറ്ററ്റ് നിർബന്ധമാക്കിയ ഉത്തരവ്, ഇന്നലെ വന്ന ആ ഉത്തരവ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ത് ചെയ്യുന്നു, അത് മരവിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ മാസം 7/6/2026 വരെയാണ് കേറ്ററ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ കേറ്ററ്റിന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ഈ ഒരു ഡേറ്റ് വെച്ചുകൊണ്ട് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നു, ഈ കേറ്ററ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസരം 31 ജനുവരി അവസാന തീയതി വരെ, ഓക്കെ, ജനുവരി അവസാനം വരെ നൽകും എന്നും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അത് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. സൈറ്റിൽ 7/6/2026 തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് എതിരെ പറയാനുള്ള ഒരു കാര്യം, എതിരല്ല, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് നിൽക്കണ്ട, സംശയത്തിന്റെ നിലയിൽ നിൽക്കണ്ട. കേറ്ററ്റ് ഇല്ലാത്തവര്, അതാത് യോഗ്യതയോട് കൂടിയുള്ള കേറ്ററ്റ് ഇല്ലാത്തവര് തീർച്ചയായിട്ടും ഈ തവണത്തെ കേറ്ററ്റ് അപ്ലൈ ചെയ്ത് പഠിച്ച് എഴുതി പാസ്സാകുക. റിവ്യൂ പെറ്റീഷന് പോകലും അതിന്റെ ഉത്തരവ് വരലും നടപ്പാക്കലും ഒക്കെ എന്ന് വരും, എന്ന് നടത്തും, എപ്പോഴാകും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇന്നലെ വന്ന ഒരു ഉത്തരവ് പോലെ പെട്ടെന്നൊരു ഉത്തരവ് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതിപ്പം മരവിപ്പിച്ചിരിക്കുന്നത് വിവിധ തരം വിദ്യാഭ്യാസ സംഘടനകളുടെ എന്താ പറയാ, അവരുടെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, അത് സുപ്രീം കോടതി പറയുകയാണ് പറ്റത്തില്ല, റിവ്യൂ പെറ്റീഷൻ എടുത്ത് പുറത്ത് കളയുകയാണെങ്കിൽ ഇത് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതൊരു സന്തോഷമായിട്ടാണോ സങ്കടമായിട്ടാണോ അല്ലെങ്കിൽ കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. അപ്പൊ എനിക്കൊരു മറുപടി ഉള്ളത്, നമ്മൾക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ കേറ്ററ്റ് അപ്ലൈ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ കേറ്ററ്റ്
ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ സീറ്റെറ്റ്, ഓക്കെ, സീറ്റെറ്റിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് 7736750473 പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ HSST വിവിധ വിഷയങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ള എല്ലാവരും തന്നെ അതിലേക്ക് അയക്കുക. അതിന്റെ അപ്ഡേഷൻസും തരേണ്ട കാര്യമില്ല. നിങ്ങൾ PSC സൈറ്റിൽ കയറുക. നിങ്ങൾക്ക് യോഗ്യതയുള്ള ഒരുപാട് പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഫിഷറീസ് അസിസ്റ്റന്റുമായിട്ട്, ഫിഷറീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ, മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ ഒക്കെ വിളിച്ചിട്ടുണ്ട്. HSST വിളിച്ചിട്ടുണ്ട്. ഓക്കെ, HSST വിവിധ, അതായത് ലാംഗ്വേജ് ഇംഗ്ലീഷ് വിളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ലാംഗ്വേജസ് ഒന്നും വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പം മെയിനായിട്ട് HSST ബോട്ടണി, HSST സുവോളജി, ഫിസിക്സ്, ഇംഗ്ലീഷ്, സൈക്കോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എല്ലാത്തിന്റെയും ബാച്ചസുകളുണ്ട്. ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, ഫിസിക്സ്, ഇംഗ്ലീഷ്, സൈക്കോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് എല്ലാത്തിന്റെ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഉടൻ തന്നെ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നമ്മള് എന്താ പറയാ, എന്തെങ്കിലും സംശയങ്ങളുള്ളവര് കമന്റ് ബോക്സ് ഓഫ് ആണ്. നമ്മുടെ KV-NVയുടെ എക്സാംസ് ഉടനെ വരുന്നതുകൊണ്ട് തന്നെ സമയം ധാരാളം ഇല്ലാത്തതുകൊണ്ട്, ചെലവഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഡൗട്ട്സ് ഉള്ളവർ ഈ നമ്പറിലേക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളായാലും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്ത് 1-2 വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. KVS NVSന്റെ RT എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് ഏറ്റവും കുറവാണ്. ആപ്ലിക്കേഷൻസ് ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു 8 ദിവസം ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. KV-NV അപ്ലൈ ചെയ്തിരിക്കുന്നവര് നോക്കുക. അതോടൊപ്പം തന്നെ ധാരാളം എയ്ഡഡ്, അൺഎയ്ഡഡ്, ഗവൺമെന്റ് സെക്ടറിലുള്ള സ്കൂളുകള്, പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ അതായത് സെൻട്രൽ ഗവൺമെന്റ് സാലറിയോട് കൂടിയുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോയും ഉടനെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്നുകൂടി ഞാൻ പറയുന്നു, ഉത്തരവ് മാത്രമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. റിവ്യൂ പെറ്റീഷന് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു സന്തോഷമായിട്ട് എടുക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു രീതിയിൽ എടുക്കാതെ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളിത് കാണുന്നവരെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വിടുക. ഒത്തിരി പേരിലേക്ക് അത് എത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.